കടം വാങ്ങിച്ചിട്ടുള്ള ഒരു പരിപാടിയും, പ്രത്യേകിച്ച് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ കടം വാങ്ങില്ല. അത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഓടി ആയിക്കോട്ടെ, ഏത് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, കടം വാങ്ങിച്ചിട്ട്, അത് പാർട്ട്ണറുടെ കയ്യിൽ നിന്നായിക്കോട്ടെ, ഷെയർ കൊടുത്തിട്ടായിക്കോട്ടെ, ഈ വർഷം 2025 ഞാൻ ബിസിനസ്സിന് വേണ്ടി കടമെടുക്കില്ല എന്ന തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണം. ഇപ്പം നിങ്ങളുടെ തലയിൽ വരുന്നത്, പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്? യു വിൽ ഫൈൻഡ് ഡിഫറെൻറ്റ് വേസ്. കടമെടുക്കില്ല എന്ന തീരുമാനം എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിൻ പല മാർഗങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. കടമെന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നശിക്കും. മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കില്ല. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാമല്ലോ, പല ഓപ്ഷൻസ് ഉണ്ട്. ആണോ ടോമേ? കടമെടുക്കില്ലെന്ന് തീരുമാനിച്ചപ്പോൾ ബിസിനസ്സിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ? പ്രൊജക്റ്റുകളുടെ എണ്ണം കുറഞ്ഞു, പക്ഷെ കിട്ടുന്നത് മികച്ചതാണ് കിട്ടുന്നത്. സ്വസ്ഥതയുണ്ട്. കടമില്ലെങ്കിൽ എന്താ? രാത്രി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം.